Good evening, students. Welcome to Civilians classes. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇറിഗേഷൻ എന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അനാലിസിന്റെ ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ട് മേ ബി കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്ത് കാണും, കുറച്ച് പേര് ഇനി അപ്ലൈ ചെയ്യാൻ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇറിഗേഷൻ എന്റെ സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും സിലബസ് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ്, ഇത് രണ്ടും ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രിപ്പറേഷൻ ഫിനിഷ് ചെയ്യാനും ഒരു തടസ്സവും ഇല്ലാതെ ഫിനിഷ് ചെയ്യാനും കുറച്ച് ഈസി ആയിട്ടും സ്മാർട്ട് വേയിൽ ഫിനിഷ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സബ്ജക്ട് വെയിറ്റേജസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ കണ്ട നോട്ടിഫിക്കേഷൻ ഒരു ഓവർവ്യൂ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ നമ്മൾ നോട്ടിഫിക്കേഷൻ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ നമുക്കറിയാം 537/2025 ആണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ ഇറിഗേഷൻ എ പോസ്റ്റിന്റെ കൂടെ വന്നിട്ടുണ്ട്. അത് 538/2025 ആണ്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു 2 ഇയർ എങ്കിലും സർവീസ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് ഡിപ്പാർട്ട്മെന്റൽ എക്സാം എഴുതാനായിട്ട് പറ്റുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇന്നലെ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം. അപ്പം ഈ 538/2025 ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന്റെയും സിലബസ് സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടി ആഡ് ഓൺ ചെയ്ത് പറഞ്ഞു പോവാണ്. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ചെയ്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആണ്. ബേസിക് നമ്മുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്, 55,200 to 1,15,300 വരെയാണ് സാലറിന്റെ സ്ലാബ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് എന്ന് കണ്ട ആരും വിഷമിക്കുകയോ അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം എന്തോന്നൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇറിഗേഷൻ എ, കേരള PSCന്റെ ഇറിഗേഷൻ എ എക്സാം എന്ന് പറയുന്നത്. എലിജിബിലിറ്റി എന്താണ്, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, BA or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിന്റെ കേസിൽ ഇക്വലൻസി റിലേറ്റഡ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതെന്താണ് ഇക്വലൻസി എന്നുള്ള കാര്യം, അതായത് BA or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്ക് അതെന്താണ് ആ ഇക്വലൻസി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയോ ഇന്നലത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനാലിസിസ് വീഡിയോ കണ്ടാലും മതി. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 to 36 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ആണ്. അതായത് January 14, 2026 വെനസ്ഡേ ആണ് നമ്മൾ ഈ ഇറിഗേഷൻ എന്റെ എക്സാമിന് വേണ്ടി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ അത് midnight 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഡേറ്റിൽ. അപ്പം ഇതാണ് മെയിൻലി എല്ലാവർക്കും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം വിട്ടുപോകുന്നവരുണ്ട്. ലാസ്റ്റ് ഡേറ്റിൽ പോയി ടൈം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിഷമങ്ങൾ വന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒന്നും കൂടി ഇത് പറയുന്നത്. January 14, 2026 വെനസ്ഡേ midnight 12 മണി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഡേറ്റ് മറക്കാതിരിക്കുക. ആ ഡേറ്റ് വരെ എത്താതെ അതിനുള്ളിൽ തന്നെ മാക്സിമം ഇന്നാണ് കാണുമെങ്കിൽ ഇന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് പഠിച്ച് എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റൂ. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്രീവിയസ് എക്സാമും അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസും കൂടി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാന്ന് വിചാരിക്കും. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഫസ്റ്റ് ടൈം ഈ ഒരു എക്സാം ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് കാണാം ഇറിഗേഷൻ എ. അപ്പം എങ്ങനെയായിരുന്നു മുന്നത്തെ എക്സാം നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിൽ എത്രമാത്രം ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രിപ്പറേഷനും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കട്ട് ഓഫ് മാർക്ക് ഒക്കെ അറിയുന്നതല്ല. അപ്പൊ അതിന് വേണ്ടി മാത്രമാണ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നത്. അപ്പം എക്സാം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഇറിഗേഷന്റെ വന്നത് December 31, 2022 വന്നത്. ഇനി എക്സാം ഡേറ്റ് വന്നത് എന്നാണ് നോക്കിയേ, June 7, 2023 ആണ്. അപ്പം ഏകദേശം ഒരു 6 months ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഒരു എക്സാം നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 months ആണ്. അപ്പോൾ പക്ഷെ ഇപ്പൊ നമ്മുടെ PWD ഈ എക്സാമിന്റെ വന്നപ്പോൾ മാത്രം അതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതിന്റെ കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. മാക്സിമം ആണ് നമ്മൾ പറയുന്നത് 6 months എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ എക്സാം വരാം. അതാണ് ഇപ്പൊ PWD നമുക്ക് വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് കാണിച്ചു തരുന്നത് അതാണ്. അപ്പം നിങ്ങൾ എപ്പോഴും
ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എക്സാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 6 months ആയാലും അത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കരുതാം. അപ്പൊ നിങ്ങൾക്ക് അതൊരു വിഷമായിട്ടും വരത്തില്ല. കുറച്ചുകൂടെ ടൈം കിട്ടും, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പറ്റും. അപ്പൊ ആദ്യമേ നിങ്ങൾ 6 months കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെക്കാതെ കുറച്ച് ടൈമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ബാലൻസ് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് മാക്സിമം റിവൈസും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് May 6, 2024 അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 51.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത്. മെയിൻ ലിസ്റ്റിൽ 180 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ 149 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2025 November 3 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. 130 അഡ്വൈസ് ആണ് ടോട്ടലായിട്ട് പോയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 130ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പം അത് ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ കണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ OC ഓപ്പൺ കാറ്റഗറിയിൽ 101 പേരാണ്, 101 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. അപ്പം അത് വളരെ നല്ലൊരു, അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് അഡ്വൈസ് പോകുന്നത് തന്നെയാണ്. അപ്പം അത് നമ്മൾ കാണിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ സീരിയസ്നെസ് ഉൾക്കൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാവർക്കും ഓൾറെഡി ഈ കേരള PSC എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റ് ടൈം എഴുതുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ടോട്ടൽ 100 മാർക്സിനുള്ള എക്സാം ആണ് നമ്മുടെ കേരള PSC എക്സാം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓരോ ക്വസ്റ്റ്യനും വരുന്ന മാർക്ക് 1 മാർക്ക് ഈച്ച് ആണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരാളെന്ന് പറയേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ അത്രമാത്രം കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു നെഗറ്റീവ് മാർക്ക് വരുത്തി കഴിഞ്ഞാൽ അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക് എന്ന് വെച്ചാൽ 1/3 മാർക്കാണ് നിങ്ങൾക്ക് കട്ടാവുന്നത്. അതായത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ശരിയാക്കിയിട്ടുള്ള മാർക്കിൽ നിന്നാണ് ഇത് മൈനസ് ആയി പോകുന്നത്. അപ്പം നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടോ ആ എഫേർട്ടിന് നഷ്ടം വരുത്തുന്ന ഒരു സംഭവമാണ് ഈ നെഗറ്റീവ് മാർക്കിംഗ്. അപ്പം അതൊരിക്കലും വരുത്താതിരിക്കാനായിട്ട് നോക്കുക. കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ശരിയെന്ന് വെറുതെ കണ്ടുകൊണ്ട് പോകരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ആൻസർ ആണെങ്കിൽ മാത്രം നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഗെയിൻ ചെയ്ത മാർക്കിൽ നിന്നാണ് ഇത് പോകുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. മാക്സിമം നിങ്ങൾ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക. അത് ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനൊരു ബലം കാണൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പം ഏകദേശം എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ സബ്ജക്ട് വെയിറ്റേജ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സബ്ജക്ട്സിനാണ് എത്രമാത്രം വെയിറ്റേജ്, ഞാനൊരു ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 മാർക്സോളം നമുക്ക് ചോദിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഇത് മൂന്നിനും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് 20 മാർക്സിനാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ 20 മാർക്സ് പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും കൂടെ ചേർത്തുകൊണ്ട് 10 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗും കൂടി ചേർത്ത് 10 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടുള്ളതെല്ലാം 10 മാർക്സ് തന്നെയാണ് വരുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗും നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ, അതായത് ബേസിക്കലി നമ്മുടെ എസ്റ്റിമേഷനും സർവേയിങ്ങും 10 മാർക്സിനാണ് വരുന്നത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 10 മാർക്സിനുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 10 മാർക്സിനുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും അർബൻ പ്ലാനിങ്ങും കൂടെ ചേർത്തിട്ട് നമുക്ക് 10 മാർക്സിനാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിന്റെ വെയിറ്റേജും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നാണ് സിലബസ് പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണം. അതേപോലെ അതിൽ എന്തൊക്കെയാണ് ജസ്റ്റ് ചില ഏരിയാസിൽ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏതൊക്കെ ഏരിയാസ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, ഇനി പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് പ്രോബ്ലംസ് എവിടെ നിന്നൊക്കെ ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഇതിന്ന് എന്തൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്നും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെന്നൊക്കെ നമുക്ക് നോക്കി പോവാം. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ടിമ്പർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മോർട്ടാർ ഉണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ട്, സ്ട്രക്ചറൽ സ്റ്റീൽ ഉണ്ട്, മോഡേൺ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഇതിലെ ഓരോ കീവേഡ്സും എടുത്തിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്നൊക്കെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് നോർമലി. അപ്പം
നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ കോൺസ്റ്റുവൻസ് അറിഞ്ഞിരിക്കണം. അതിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ടെസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓരോന്നിന്റെ സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ ഓരോ കീവേഡും വന്നിട്ട് അതിനുള്ളിൽ എന്ത് വരുമെന്നുള്ളതല്ല, നിങ്ങൾ സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് നോക്കി പോവുക. ഇപ്പൊ ടിമ്പറിന്റെ കേസൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോർമലി ടിമ്പർ ഡിഫെക്ട്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടിമ്പർ ഡിഫെക്ട്സ് എന്ന് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ടിമ്പറിൽ നിന്ന് സോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പം ഈ ടിമ്പർ ഡിഫെക്ട്സും ടിമ്പർ സോൺസും ഒക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് രീതിയിൽ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അതൊക്കെ നമ്മൾ ഈ ടിമ്പർ സോൺസ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നേ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് നോക്കുക. ഇനി അതേപോലെ തന്നെ ഓരോ ഡിഫറെന്റ് മെറ്റീരിയൽസും, അത് ഏത് മെറ്റീരിയൽസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, എല്ലാ മെറ്റീരിയൽസിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയിക്കുന്ന ടെസ്റ്റസും അവരുടെ കോൺസ്റ്റിറ്റ്യൂൻസും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി പോവാം. ഇനി കോൺക്രീറ്റ് ടെക്നോളജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് അഡ്മിനിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, മേക്കിംഗ് ഓഫ് കോൺക്രീറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് പറയുന്നുണ്ട്, മിക്സ് പ്രൊപ്പോർഷനിങ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോൺക്രീറ്റിൽ വരുന്ന ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്സിന്റെ വാട്ടർ സിമെന്റ് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആയിക്കോട്ടെ, റൂഫ് ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ. ബ്രിക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഷുവർ ആയിട്ട് നമുക്ക് വരാറുള്ളതാണ്. ഇപ്പം ആർച്ചസ് ആയിക്കോട്ടെ, ലിൻഡൽ ആയിക്കോട്ടെ, സ്റ്റെയർ കമ്പോണൻസ് ആയിക്കോട്ടെ. ഇപ്പം ഇവിടെ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ എല്ലാ കമ്പോണൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ കമ്പോണൻസിന്റെയും ഡെഫിനിഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർസ് ഉണ്ട്. ആ ഓരോ ഡോസിന്റെയും അല്ലെങ്കിൽ വിൻഡോസിന്റെ ഫംഗ്ഷനിങ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അത് അറിഞ്ഞിരിക്കണം. ഓരോ ഡോസിന്റെ ചിലപ്പോൾ ആ ഫംഗ്ഷനിങ് തന്നിട്ടായിരിക്കും ഇത് ഏത് ഡോർ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ഒരു ലെവൽ എക്സാം ആണല്ലോ, അപ്പൊ പ്രോബ്ലംസും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 1 എന്ന് വരെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് കൂടുതലും വരുന്നത് ഇത് കണക്കുള്ള കേസസിലാണ്. ഇപ്പൊ ടൈപ്സ് ഓഫ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൂടുതൽ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പം എല്ലാ കമ്പോണൻസും കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ റൂഫ് ആണെങ്കിൽ റൂഫിലെ ഓരോ കമ്പോണൻസും എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് അറിയാം. നമ്മളിപ്പോൾ കാണാറുള്ളതാണ്, ഡെഫിനിഷൻസ് തന്നിട്ട് സെയിം നമ്മളിപ്പോൾ നോട്ടിലൊക്കെ പഠിക്കുന്ന സെയിം ഡെഫിനിഷൻ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാകാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പം എല്ലാ കമ്പോണൻസ്, ഇപ്പൊ റൂഫ് കമ്പോണൻസ് ആയിക്കോട്ടെ, ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ടൈപ്സ് ആയിക്കോട്ടെ, സ്റ്റെയറിന്റെ കമ്പോണൻസ് ആയിക്കോട്ടെ, ആർച്ചസിന്റെ കമ്പോണൻസ് ആയിക്കോട്ടെ, ഇനി ബ്രിക്സിലെ ടൈപ്സ് ഓഫ് ബോൺസ് കാര്യങ്ങളായിക്കോട്ടെ, അപ്പൊ ഇത് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും മിസ്സാകാത്ത രീതിയിൽ പഠിച്ചു പോകാനായിട്ട് നോക്കുക. പിന്നെ എക്സ്ട്രാ നമ്മൾ പറയുന്ന ഫൗണ്ടേഷൻസ്, പിന്നെ ഇപ്പം കുറച്ച് മോഡേൺ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നിക്സിലൊക്കെ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, സ്ലിപ്പ് ഫോം കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയ ഇപ്പൊ CT ആയിക്കോട്ടെ, BM ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു തിയറി ബേസ്ഡ് സബ്ജക്ട്സ് ആണല്ലേ. അപ്പം ഈ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഇത് നിങ്ങൾ വൺസ് നിങ്ങൾ പ്രിപ്പയർ എല്ലാം ചെയ്ത് അടച്ചു വെച്ചിട്ട് പരീക്ഷ വരുന്ന ടൈമിൽ നോക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാകത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വളരെയധികം തിയറി കോൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ചില വേർഡ്സ്, ചില വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ആണ്. അപ്പം അത് എപ്പോഴും നിങ്ങൾ ഓരോ ദിവസം കുറച്ച് പോർഷനെങ്കിലും വെച്ച് കണ്ടിന്യൂസ് റിവൈസ് ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്ട്സിൽ വരുന്നതാണ് ഇത് മൂന്നും. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. ഇനി അതിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിംഗ്, നമ്മുടെ CPM ആണ് മെയിൻലി ഇതിനകത്ത് വരുന്ന CPM ആണ്. അപ്പൊ CPMലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേർട്ട് അനാലിസിസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് പേർട്ട് അനാലിസിസ്. അതേപോലെ തന്നെ ആക്ടിവിറ്റി ഏരിയാസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ തന്നെ അതിൽ പേർട്ട് അനാലിസിസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആക്ടിവിറ്റി എന്നാണെങ്കിൽ നമുക്ക് ഇപ്പം ടോട്ടൽ ഫ്ലോട്ട്, അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ട് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം CPMന് ഇൻ കേസ് പ്രോബ്ലം വന്നാലും അത് വരാൻ പോകുന്ന ആക്ടിവിറ്റിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ നെറ്റ്വർക്ക് അനാലിസിസിന്നോ അല്ലെങ്കിൽ ടോട്ടൽ
ഫ്ലോട്ടെന്നോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, അവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. പെർട്ടിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പെർട്ടിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞു വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ഈ ഒരു ടോപ്പിക്കിന് നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പം എന്തൊക്കെയാണെന്നുള്ള ഏതൊക്കെ ടോപ്പിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുക ഒരു ഷോർട്ട് നോട്ട് പോലെ. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഏരിയാസ് നിങ്ങളുടെ ബുക്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അടുത്ത നമ്മൾ 20 മാർക്സ് വെയിറ്റേജ് ഉള്ളത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനും അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി, ഇവിടുത്തെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കേണ്ടത് ഇപ്പം ഡിസൈൻ ഓഫ് ഷിയർ എൻഫോഴ്സ്മെന്റ്, ആ ഒരു ഏരിയ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. കണ്ടിന്യൂസ് സ്ലാബിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുള്ളതാണ്. അതേപോലെ ഡെവലപ്മെന്റ് ലെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. 2-way സ്ലാബിന്റെ കേസും നിങ്ങൾ നോക്കി പോകേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയ ആണ്. അതേപോലെ ഇനി നമ്മൾ സർക്കുലർ സ്ലാബ്സ്, സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സഡ്, പാർഷ്യലി ആൻഡ് ഫിക്സഡ് സപ്പോർട്ടഡ്, ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓരോ ഏരിയയിലുമുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇപ്പം XU(max)/D ലിമിറ്റിന്റെ വാല്യൂസ്, ഇപ്പം ഓരോ സ്റ്റീൽ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇപ്പം FE415 ആകുമ്പോൾ FE500 ആകുമ്പോഴൊക്കെ ഉള്ള ചേഞ്ചസ് വാല്യൂസിൻ്റെത് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഏരിയാസ് ആണ്. അതേപോലെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മുന്നേ ഉള്ള എക്സാമുകൾക്ക്. അപ്പം അത് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് നോക്കുക. ഇനി സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ ബോൾഡഡ് ആൻഡ് വെൽഡഡ് കണക്ഷനിലെല്ലാം നമുക്ക് നോമിനൽ സൈസിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ വെൽഡഡ് കണക്ഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫില്ലറ്റ്, വെൽഡ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ നോമിനൽ സൈസസ് ചോദിച്ച് കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളംസ്, ഈ ഏരിയാസ് എല്ലാം ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയാസിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നേരത്തെ കോൺക്രീറ്റ് ടെക്നോളജി പറഞ്ഞപ്പോഴും ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് IS സ്പെസിഫിക്കേഷൻസ്. ഇപ്പൊ CT-യിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ IS സ്പെസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ച് പോകുമ്പോൾ തന്നെ സൈഡിൽ നോട്ട് ചെയ്ത് പോവുക. എക്സാമിന് മുന്നേ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതി പോകുന്നത് വളരെ നല്ലതായിരിക്കും. എപ്പോഴും നമുക്ക് കാണാൻ ക്വസ്റ്റ്യൻ പേപ്പർ IS സ്പെസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പം അതൊന്ന് ഇങ്ങനത്തെ സബ്ജക്ട്സിൽ അതൊന്ന് ശ്രദ്ധിച്ചു പോവാം. ഇനി നമ്മൾ നോക്കുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും കൂടെ ചേർത്ത് നമുക്ക് 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യമേ തന്നിട്ടുണ്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കോൺസെപ്റ്റ്. നമ്മുടെ മെക്കാനിക്സ് ഓഫ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മുടെ സ്ട്രെസ് കർവ് ഉണ്ടല്ലോ, ഗ്രാഫ്, അതിൽ ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഓരോ റേഞ്ച്, ഇപ്പം ഒറിജിൻ ടു A വരെയുള്ള പോയിന്റ് ആണെങ്കിൽ OA സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയുള്ള ഓരോ പോയിന്റ്സും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ സ്പെസിഫൈഡ് ഗ്രാഫ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആയിക്കോട്ടെ, ഇവിടത്തേക്ക് നമ്മുടെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, സ്ലോപ്പിന്റെ അതുപോലെ തന്നെ ഡിഫ്ലക്ഷന്റെ ഒക്കെ ഇക്വേഷൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ എസ്സേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിപ്പം ബീമിലെ ആയിക്കോട്ടെ നമ്മുടെ ഫ്രെയിമിലെ ആയിക്കോട്ടെ അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഏതാണ്, അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഓപ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. ഇൻഫ്ലുവൻസ് ലൈൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ILD എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇറിഗേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിന്റെ ഡെഫിനിഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഡെഫിനിഷൻ തന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഓപ്ഷൻസിന് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ബേസിക് ഡെഫിനിഷൻ ആയിട്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്, ഡെഫിനിഷൻസ്, പ്യുവർ ഫോർ ഡെഫിനിഷൻസിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഈ ഏരിയാസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് നോക്കിയിരിക്കാം. പിന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണെങ്കിലും അതും കൃത്യമായിട്ട് നോക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഇപ്പൊ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പോലുള്ള ഓരോ മെത്തേഡിലെയും അസംഷൻസ് നോക്കിയേക്കുക. എന്തൊക്കെ അസംഷൻസ് ആണ് ഓരോ മെത്തേഡിലും പറയുന്നത്, ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇത്രയും ഏരിയാസ് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയേക്കാം.
ഇനി നമ്മൾ നോക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് ആണ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ആദ്യമേ തന്നെ വരുന്നൊരു ടേമാണ് ബോയൻസി. അപ്പൊ ബോയൻസിയിലുള്ള നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലാത്ത രീതിയിലോ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഈ ഹൈഡ്രോളിക് മെഷീൻസ്, അതേപോലെ തന്നെ നമ്മൾ പമ്പ്സ് ആയിക്കോട്ടെ, പമ്പ്, അതേപോലെ തന്നെ ടർബൈൻസ്, അപ്പം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്? എക്സാമ്പിൾസ് പോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓരോ ടർബൈൻസിന്റെ അല്ലെങ്കിൽ ഓരോ പമ്പ്സിന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് കാണാം. അപ്പം ഒരു പമ്പ് തന്നിട്ട് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ലോ റിയാക്ടർ ടർബൈൻ ആണോ ആ രീതിയിൽ, അല്ലെങ്കിൽ ലോ റിയാക്ടർ ടർബൈൻ ഈ തന്നിരിക്കുന്നതിന് ഏതാണ്, ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കുമ്പോൾ. അപ്പം ആ ഏരിയാസും കൂടി ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പോയേണ്ടതാണ്. അതേപോലെ ഇവിടെ വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് എക്സാമ്പിൾസ്. ഇപ്പോൾ ഓരോ നമ്മൾ പഠിച്ച ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഒക്കെ എക്സാമ്പിൾസ് കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ തൊട്ട് മുന്നേ പറഞ്ഞ ടൈപ്സ് ഓഫ് ടർബൈൻ, ഈ പമ്പ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ നമുക്ക് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ആ ഏരിയാസ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ബാക്കി ഏരിയാസ് എല്ലാം നിങ്ങൾ വിട്ട് കളയണം എന്നല്ല പറയുന്നത്, റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഏരിയാസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് മാത്രം. എല്ലാ ഏരിയാസും നമ്മൾ ഓൾറെഡി പറയാറുണ്ട്. നിങ്ങൾ ഒരു റാങ്ക് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് ആയിട്ട് മാത്രമാണ് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസും പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാ ഏരിയാസും കവർ ചെയ്ത് പോകുന്നത് തന്നെയാണ് ഒരു റാങ്ക് എയിം ചെയ്യുന്ന ഒരാളിന് വേണ്ട ഒരു ക്വാളിറ്റി. എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകുന്നത് തന്നെയാണ്. ഇനി നമ്മൾ വാട്ടർ റിസോഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിൽട്രേഷൻസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം സ്പെസിഫിക് ഈൽഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് കപ്പാസിറ്റി, അതേപോലെ തന്നെ സ്പെസിഫിക് റിട്ടൻഷൻ. ഈ ഏരിയാസ് എന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഡെഫിനിഷൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഏതിന്റെയാണ്, സ്പെസിഫിക് ഈൽഡ് ആണോ, ചിലപ്പോൾ ഇത് മൂന്നും ഒക്കെ ഓപ്ഷൻസിൽ വരാം. അപ്പം ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. ഇത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫിൽട്രേഷൻ, അതുപോലെ തന്നെ റൺ ഓഫ് കമ്പോണൻസ് എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാ ഏരിയാസും ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫും ഹൈഡ്രോഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ ഏരിയാസും നിങ്ങൾ വളരെ നോക്കേണ്ടതാണ്. പക്ഷെ ഈ ഏരിയാസ് എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് നോക്കുക. അതേപോലെ തന്നെ റിവർ ട്രെയിനിങ് വർക്ക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ഈൽഡ് ഓഫ് റിസർവയേഴ്സ്, ഈ ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അക്വിഫറിന്റെ ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അക്വിഫർ ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ ഫ്ലോ ടൈപ്സ്, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക. ഈൽഡ് കാര്യങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, സ്പെസിഫിക് ഈൽഡ് ആ ഏരിയയിലെല്ലാം അത് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഏരിയാസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. എല്ലാ പോർഷനും നല്ല രീതിയിൽ വായിക്കുക. ഇത്രയും ഏരിയാസ് കുറച്ചും കൂടെ സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ വരുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ ആണ്. ചിലർക്ക് അതും ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിലബസിൽ ഈ ചില ടേംസ് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു ഹെഡിങ്ങിന്റെ താഴെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് ഓരോ സിലബസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ പ്രാവശ്യം സിലബസ് വരുന്ന സമയത്ത് വരുന്ന ഒരു ഡൗട്ട്സ് ഇതൊക്കെയാണ്. ഇത് ഏതിൽ വരുന്നതായിരിക്കും മിസ്റ്റേന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ പഠിച്ച പോർഷൻസ് ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹെഡിങ്സിന്റെ അണ്ടറിൽ ഓരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക്സ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവേയിങ്, അതേപോലെ തന്നെ സർവേയിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ചെയിൻ സർവേയും കോമ്പസ് സർവേയും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അവിടെ നിന്ന് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരാമെന്ന് നിങ്ങൾക്ക് അറിയാം. ചെയിൻ സർവേയിങ് ആണെങ്കിൽ കറക്ഷൻ കാര്യങ്ങൾ, അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബേസിക്സ് സർവേയിങ് എന്ന് വരുന്നത്. ആ പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പോവുക. പിന്നെ ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ആൻഡ് വോളിയം കമ്പ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. തിയറി ഓഫ് എറേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്, ഇപ്പൊ ഇഡിഎമ്മിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പോണൻസും അതേപോലെ തന്നെ പാർട്സിന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റിമോട്ട് സെൻസിങ്ങിലോട്ടും അതേപോലെ തന്നെ GPS വരുവാണെങ്കിൽ സാറ്റലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം ചില കേസസിൽ നമ്മൾ ഇപ്പം ഓരോ ടൈപ്പ് ഓഫ് ഇപ്പം US GPS ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ്സിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ ഇപ്പം ട്രപ്പിസോയിഡൽ ഒക്കെ നമ്മൾ അഡ്വാൻസ് സർവേയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രപ്പിസോയിഡൽ
റൂളിൽ നിന്ന് നമുക്ക് ഓർഡിനേറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഏരിയാസ് എല്ലാം കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തും മനസ്സിലാക്കിയും പോവാം. ഇനി നമ്മൾ ഇപ്പൊ എസ്റ്റിമേഷൻ ആൻഡ് വാല്യൂഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്, അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ. ഇതിന്റെയൊക്കെ ഇപ്പം ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ടൈപ്പിന് നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കും. കൃത്യമായിട്ട് ആ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സിന്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷനും കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ എസ്റ്റിമേഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ഏരിയ റേഷ്യോ, അതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ റേഷ്യോ, കാർപ്പറ്റ് ഏരിയ, അപ്പൊ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇറിഗേഷൻ ക്വസ്റ്റ്യനിൽ നമ്മുടെ FAR കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ്ലി എല്ലാ എക്സാംസിലും നമ്മൾ കണ്ടുവരുന്ന ഏരിയാസ് ആണ്. ഇതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും വിട്ടു പോകരുത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇത്രയും ഏരിയാസ് നിങ്ങൾ കവർ ചെയ്താലായിട്ട് മതിയാവും. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്ന എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്ന ഇപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇനി നമുക്ക് GT ഉണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇപ്പൊ എൻവയോൺമെന്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യമേ ചോദിക്കുന്നത് പ്രോബ്ലംസ് എവിടെ നിന്നൊക്കെ വരും. ഇത് എപ്പോഴും ചോദിക്കാറുള്ളത്. എവിടെ നിന്നൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്? അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രോബ്ലംസ് BOD എന്ന പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഒക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് ചിലപ്പം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിലെ ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് ഇക്വേഷൻസ് എല്ലാം നോക്കി വെക്കുക. പിന്നെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നമ്മൾ ഓരോ ടൈപ്പ് പോപ്പുലേഷൻ ടെസ്റ്റിങ്ങും ഓരോ സിറ്റിക്ക് ബേസ് ചെയ്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. അപ്പോൾ ഓൾഡ് സിറ്റീസ് ആണെങ്കിൽ ഏതാണ്, ന്യൂ സിറ്റീസ് ആണെങ്കിൽ ഏതാണ്, അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് നോക്കുക. അതേപോലെ ഓരോ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഇക്വേഷൻസ് മാത്രമായിട്ട് ചോദിക്കാം ഓപ്ഷൻസ് തന്നിട്ട്. പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ലെവലിലല്ലാതായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഏത് മെത്തേഡാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. പക്ഷേ മറ്റ് മെത്തേഡ്സിന്റെ ഇക്വേഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. അതും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ BOD എന്ന് വരാം. പിന്നെ നമുക്ക് എവിടെ നിന്ന് വരാം? ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇതൊക്കെയാണ് കൂടുതലും നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസസ് ആയിട്ടുള്ള ഏരിയാസ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എല്ലാം പറഞ്ഞു. വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് നോക്കുക. ഓരോ പാരാമീറ്റേഴ്സിന്റെ നമ്മൾ പെർമിസിബിൾ ലിമിറ്റും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. അപ്പാർട്ട് ഫ്രം പ്രോബ്ലംസ് ആണ് ഞാൻ പറയുന്നത് തിയറിയിൽ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, നമ്മുടെ ഹാർഡി ക്രോസ് മെത്തേഡ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ വാട്ടറിന്റെ സോഴ്സസും ക്യാരക്ടറിസ്റ്റിക്സും, അതേപോലെ തന്നെ ഓക്സിജൻ ഡിമാൻഡ് പറയുന്നുണ്ട്. ഓക്സിജൻ സാഗ് കർവ് കൃത്യമായിട്ട് നോക്കുക. കർവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത് അതെല്ലാം അറിഞ്ഞിരിക്കാനായിട്ട് നോക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ BOD CODന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ഓഫ് സീവേഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വലിയ ഡിസൈൻ പ്രോബ്ലംസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. പക്ഷെ എന്തിനാണ് ഡിസൈൻ ഓഫ് സീവേഴ്സ് ഒക്കെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയാറുണ്ട്. അതിപ്പം സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈനിങ്ങിൽ വരുന്ന കേസിലായിക്കോട്ടെ, നമ്മൾ ഡിറ്റൻഷൻ ടൈം എത്രയാണ് എടുക്കുന്നത്, അങ്ങനെ കുറച്ച് അത് ക്വസ്റ്റ്യൻസ് അയക്കണം. അതൊന്ന് നോക്കി പോവാ എല്ലാവരും. ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോ എയറോബിക് ആൻഡ് അനൈറോബിക് മെത്തേഡ് നോക്കി പോവുക. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ എയർ ക്വാളിറ്റി ലെജിസ്ലേഷൻസ്, ഇപ്പം എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ ലാബ്സ് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് ലാബ്സ് റേറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. നമുക്ക് അതിന് പ്ലൂംസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂംസ് അറിഞ്ഞിരിക്കുക. ഓരോ പ്ലൂമിന്റെയും വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്തിന്റെ ബേസിലാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഡെഫിനേഷൻ തന്നിട്ട് ഇത് ഏത് പ്ലൂം ആണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചു പോവാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സ്ലഡ്ജ് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കി പോവാം. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓവറോൾ ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രോബ്ലംസ് ഈ പറഞ്ഞ ഏരിയാസിലെല്ലാം പ്രോബ്ലംസും ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ പ്രോബ്ലംസ്. ഇനി അടുത്ത വരുന്നത് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യമേ തന്നിട്ടുള്ള 3 phase സിസ്റ്റം ഓഫ് സോയിൽ. ഈ 3 phase സിസ്റ്റം ഓഫ് സോയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിപ്പം വോയിഡ് റേഷ്യോ ആയിക്കോട്ടെ,
അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ആയിക്കോട്ടെ, ഈ ഏരിയാസ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യമേ 3 ഫേസ് ഡയഗ്രാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് സോയിൽ പ്രോപ്പർട്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? പ്രോബ്ലംസ് ആണെങ്കിൽ ഇതും പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. നമ്മുടെ ടെൻഷൻ ക്രാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? പ്രോബ്ലമാറ്റിക് ലെവലിലാണെങ്കിൽ ഈ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് സോയിൽ പ്രോപ്പർട്ടീസും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് വരാൻ പോകുന്നത് സോയിൽ എന്നുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പം ആ ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് നോക്കുക. ഇത്രയും ഏരിയാസ് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും എന്താണ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ പിന്നെ ടെർസാഗീസ് തിയറി നോക്കുക, കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ, ആ ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ നമുക്ക് സ്ലോപ്പ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് എന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ന്യൂമാക്സ് ചാർട്ട് എന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റാങ്കിൻസ് ആൻഡ് കൂളംസ് തിയറീസ് എന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അസംഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. എന്തൊക്കെയാണ് ഈ ഓരോ മെത്തേഡിലും പറയുന്നതെന്ന് അല്ലെങ്കിൽ ഓരോ തിയറീസിലും പറയുന്നതെന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പോവുക. പ്രോബ്ലംസ് വരുന്ന ഏരിയാസ് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും ഏരിയാസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ GT നിങ്ങൾക്ക് അത്യാവശ്യം കവർ ചെയ്യാവുന്നതാണ്. പിന്നെ വിയറിംഗ് കപ്പാസിറ്റി എന്ന ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മുന്നേ. അപ്പം ആ ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് ആണ്. ഇതും ചേർത്ത് നമുക്ക് ഇത് രണ്ടിനും കൂടെ നമുക്ക് 10 മാർക്കിന് തന്നെയാണ് വരുന്നത്. അപ്പൊ അർബൻ പ്ലാനിങ് ആദ്യമേ പറയാം. അർബൻ പ്ലാനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സോണിംഗ് ആണ്. അത് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് മറ്റതിലേക്ക് വരാം. സോണിങ്ങിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ കൂടുതലും ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടൗൺസ്, അതുപോലെ തന്നെ ടൗൺ പ്ലാൻ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാക്ക് ടു ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ജോമെട്രിക് ഡിസൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ജോമെട്രിക് ഡിസൈൻസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൈറ്റ് ഡിസ്റ്റൻസസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. സൈറ്റ് ഡിസ്റ്റൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. അതിന്റെ ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. സൈറ്റ് ഡിസ്റ്റൻസസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ്, ഓരോന്നിലും എന്തൊക്കെയാണ് നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട CBR മെത്തേഡിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പിന്നെ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്, സിഗ്നൽസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതും ശ്രദ്ധിച്ചൊന്ന് നോക്കുക. പിന്നെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കമ്പോണന്റ് പാർട്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, അതായത് കമ്പോണന്റ് പാർട്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരാൻ ചാൻസസ് ഉള്ളതാണ്. അപ്പം അത് ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കമ്പോണൻസും എന്തിനെയൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ട്രാഫിക് റെഗുലേഷൻ റൂൾസ് പറയുന്നുണ്ട്. ഹൈവേ കപ്പാസിറ്റിന്ന് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. തൊട്ടും മുന്നേ നമ്മൾ പറഞ്ഞ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ നമ്മുടെ എന്താണ്, സൈഡ് ഡിസ്റ്റൻസ് എന്ന് വരാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ എലിവേഷൻ എന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നമ്മൾ ജോമെട്രിക് ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ വരാൻ പ്രോബ്ലമാറ്റിക് വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ഹൈവേ അല്ലെങ്കിൽ ട്രാഫിക് കപ്പാസിറ്റി, ട്രാഫിക് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്ലോ തിയറി ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഡേറ്റയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജോമെട്രിക് ഡിസൈൻ ഓഫ് ട്രാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്ലീപ്പ് ഡെൻസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തേനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് സ്ലീപ്പ് ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഹാർബറും ഡോക്സിനും ഞാൻ എയർപോർട്ടിൽ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കമ്പോണൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ കമ്പോണൻസിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഓരോ കമ്പോണൻസ് എന്തിലാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി അർബൻ ആൻഡ് പ്ലാനിങ്ങിന്റെ ടൗൺ പ്ലാനിങ്ങിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പം ഇത്രയും കൊണ്ട് ഏകദേശം നമുക്ക് സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒരു എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ആണ് കൂടുതൽ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾ ആ നോട്ട് വായിച്ചു പോകുന്ന നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈഡിൽ സിലബസും ഒരു PYQ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ പ്രിപ്പറേഷന്.
പിന്നെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് അറിഞ്ഞു പോകേണ്ടത്. അപ്പൊ സിലബസ് വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞു. എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ആദ്യമേ പറഞ്ഞു, ഏതൊരു എക്സാം ആയിക്കോട്ടെ വരുന്നത്, അത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും വേണം, ഒരു PYQ ക്വസ്റ്റ്യൻ. PYQ എന്ന് പറയുന്ന ഒരു 2 to 3 ഇയേഴ്സ് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്താൽ അത്രയും നല്ലതാണ്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സിലബസിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് ഫോക്കസ് ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടും അതേപോലെ തന്നെ സ്മാർട്ടായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. സ്മാർട്ട് പ്രിപ്പറേഷനിൽ പറഞ്ഞ ഒരു സെഗ്മെന്റ് ആണ് ഈ പറഞ്ഞ കാര്യം. ഈ രീതിയിൽ നിങ്ങൾ ആദ്യമേ വെച്ചാൽ സ്മാർട്ടായിട്ടും അറിയാനും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്യാനും പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PYQ പ്രാക്ടീസും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ റിവിഷനിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പറയും മൾട്ടിപ്പിൾ റിവിഷൻ. മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര ടൈം റിവൈസ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളെ ഒരു റാങ്ക് ഹോൾഡറാക്കി മാറ്റുന്നത്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇനി എങ്ങനെ നമുക്ക് PYQ പ്രാക്ടീസ് നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പൊ PYQ പ്രാക്ടീസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. ESCയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം, അതേപോലെ തന്നെ ഗേറ്റിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് SSC JEEന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം, കേരള PSCന്റെ പഴയ ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പൊ ഇതെല്ലാം പഠിക്കുക. അപ്പൊ ഇതെല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തൊരു ലെവലായി വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ മേളിലേക്കായിട്ട് ESCന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, കുറച്ചും കൂടെ മേളിലേക്കായിട്ട് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതും ഒരു സ്മാർട്ട് ടെക്നിക്കാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ. അപ്പം ഈ രീതിയിൽ നിങ്ങളുടെ തന്നെ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി കൊണ്ടുപോകാനായിട്ട് പറ്റുക. നല്ലൊരു പ്രിപ്പറേഷൻ വേണ്ടി ഒരു രീതിയിൽ ഒരു സ്റ്റഡി ടേബിൾ പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. അവിടെ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയെല്ലാം സെൽഫ് സ്റ്റഡി എടുക്കുന്നവർക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം. പക്ഷേ അല്ലാതെ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകും. അപ്പൊ ഗൈഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പോലും നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ നോട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് പോകാനില്ല ഒരു പ്രോപ്പർ ഗൈഡൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നതാണ്, ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് മുന്നേ തൊട്ടേ ഞാൻ പറയാറുണ്ട്. അതല്ല, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നാണോ അന്ന് തൊട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ സിവിലിയൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നില ബാച്ച് ആണ്. ഇപ്പം ഇറിഗേഷൻ എയ്ക്ക് വേണ്ടി. ഇപ്പം ഇറിഗേഷൻ എ എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ സിലബസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നില ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറിഗേഷൻ എയിലെ എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ബാച്ചാണ് നമ്മുടെ നില ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ എക്സ്പേർട്ടഡ് ഫാക്കൽറ്റീസിന്റെ ഈ സിലബസ് ബേസ് ചെയ്തുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഓരോ ടോപ്പിക്സും കഴിയുമ്പോൾ അതിന്റെ അസസ്മെന്റ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. എത്രമാത്രം നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും ടൈം കൊടുക്കാറില്ല. ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നമ്മൾ അസസ്മെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻറ്റ് പറയുന്നത്. അപ്പം നമ്മുടെ നില ബാച്ചിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ടോപ്പിക് കവർ ചെയ്താൽ ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ടെസ്റ്റ് അന്ന് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തും കൂടെ പോവാം. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പം ആ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം സാധ്യത കൂടുതലാണ്. ആ രീതിയിൽ പോവാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലൈവ് ആയിട്ടുള്ള നമ്മുടെ റാങ്ക് ലൂസറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഉടനെ തന്നെ. അപ്പം റാങ്ക് ലൂസിനും അതുപോലെ തന്നെ നില ബാച്ചും പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഓഫർ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഈ അഡ്മിഷനായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാത്ത് ഏത് തന്നെ ആയിക്കോട്ടെ, അത് സെൽഫ് സ്റ്റഡി ആണെങ്കിലും നല്ലത് തന്നെയാണ്, വിത്ത് ഗൈഡൻസ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. വിത്ത് ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചസിൽ ജോയിൻ ചെയ്തും പഠിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു
ടൈം കൺട്രോളിൽ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതിന് എല്ലാവിധ സപ്പോർട്ടും ആര് സിവിലിയൻസ് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്.